ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങളൊരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ എങ്ങോട്ടേക്കല്ല, നമ്മുടെ മലയും കാടും ഒന്നുമില്ലാതെ സമുദ്രനിരപ്പിനോട് ചേർന്ന് കിടക്കുന്ന നമ്മുടെ സ്വന്തം കുട്ടനാട്ടിലേക്ക്. അപ്പം നമ്മുടെ ആലപ്പുഴയിലുള്ള ഒരു ഹൗസ് ബോട്ടിംഗ് യാത്രയാണ് കേട്ടോ ഞങ്ങൾ പ്ലാൻ ചെയ്തത്. ഫ്രൈഡേ എന്ന് പറയുന്ന ബോട്ടിലാണ് ഞങ്ങൾ കയറിയത് കേട്ടോ. അപ്പോൾ 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ വൈകിട്ട് 5 മണി വരെ നമുക്ക് അതിനകത്ത് എൻജോയ് ചെയ്യാം. അത്യാവശ്യം 3 റൂംസ് ഉണ്ട് ഇതിനകത്ത്. എയർ കണ്ടീഷണർ ആയിട്ടുള്ള റൂംസാണ് കേട്ടോ എല്ലാവരും. ശരിക്കും നമ്മുടെ ഒരു വീട് പോലെ തന്നെ ബാത്റൂംസ് എല്ലാ സൗകര്യങ്ങളുണ്ട്. കിച്ചൺ, ബാൽക്കണി എല്ലാനും, ഡൈനിങ് റൂം അടക്കം എല്ലാം നമ്മുടെ ഒരു ഹൗസ് എങ്ങനെയായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നു കേട്ടോ. ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഒരു വെൽക്കം ഡ്രിങ്ക് കിട്ടും കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ഊണ്, വൈകിട്ട് കോഫി എല്ലാം അറേഞ്ച്ഡാണ് കേട്ടോ. വെൽക്കം ഡ്രിങ്കും കുടിച്ച് കഴിഞ്ഞ് നേരെ കിച്ചണിലേക്കാണ് എത്തിയത്. അവിടെ 2 കുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ചേട്ടന്മാർ 2 പേരും നല്ല പാവങ്ങളാണ് കേട്ടോ. എല്ലാം സംസാരിക്കാനും ഒക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ അവൻ്റെ ഉച്ചയൂണിനുള്ള ഭയങ്കര തയ്യാറെടുപ്പിലായിരുന്നു. കരിമീനില്ലാണ്ട് എന്തൊരു ആലപ്പുഴ ട്രിപ്പല്ലേ. ചിക്കനും കരിമീൻ ഫ്രൈ ചെയ്യാനൊക്കെ പെരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവരെ ശല്യം ചെയ്തിട്ടില്ലാന്ന് വിചാരിച്ച് പതുക്കെ അപ്പുറത്തേക്കൊക്കെ മാറിയിട്ടാ. മുകളിലെ നിലയിൽ നമുക്ക് അടിച്ചു പൊളിക്കാനായിട്ടുള്ള നല്ല അടിപൊളി സെറ്റപ്പാണ്. ഇവിടെ ഒരു പൊസിഷനിൽ വന്ന് നിന്നാലാട്ടോ ശരിക്കും നമുക്ക് ആ കടലും കായലും ഇടത്തോടുകളൊക്കെ അതിരിട്ട് കിടക്കുന്ന നമ്മുടെ ആലപ്പുഴയുടെ പച്ചപ്പിൻ്റെ ഭംഗി ശരിക്കും ആസ്വദിക്കാൻ പറ്റും. പിള്ളേരൊക്കെ മയക്ക് കിട്ടിക്കാൻ ഇപ്പം തകർക്കായിരുന്നു കേട്ടോ. കൂടെ എൻ്റെ കെട്ടിയവനും ഉണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ നമ്മൾ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ടൈമൊക്കെ നല്ല അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യണം. ഇതൊക്കെയല്ലേ ഒരു രസം. ഞങ്ങൾ കറക്റ്റ് നല്ല അടിപൊളി എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ക്ലൈമറ്റിലാണ് കേട്ടോ എത്തിയത്. രാവിലെ മഴയും ഉച്ചയ്ക്ക് നല്ല ചൂടില്ലാത്തൊരു കാലാവസ്ഥയുമായിരുന്നു. അപ്പം അവിടെ ചിക്കൻ കറിയൊക്കെ അടുപ്പത്തേക്ക് ആവണേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് സ്രാങ്കേട്ടനൊന്ന് മാറ്റി പിടിച്ചിട്ടാ. ആദ്യം ഞങ്ങൾക്കൊരു പേടിയായിരുന്നു, പക്ഷേ ആള് നല്ല എക്സ്പെർട്ട് ആയിരുന്നു കേട്ടോ ഓടിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നല്ല പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്ത് ഡാൻസ് ഒക്കെ കളിച്ച് നമുക്ക് അടിച്ച് പൊളിച്ചങ്ങോട്ട് പോയാലോ. നമ്മുടെ നെഹ്റു ട്രോഫി വള്ളംകളിയൊക്കെ നടക്കണ വെമ്പനാട്ട് കായലിൽ കൂടെ ഉണ്ട് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. ഏകദേശം 1500ഓളം ഹൗസ് ബോട്ടുകളാണ് ഇവിടെ സർവീസ് നടത്തുന്നത്. ഇതിന് ഓരോന്നിനും ഓരോ സെപ്പറേറ്റ് റേറ്റുകളാണ് കേട്ടോ. നമുക്ക് കറക്റ്റായിട്ട് റേറ്റ് പറയാൻ തന്നെ പറ്റില്ല. ഇനി ഓരോ ടൈമിലും റേറ്റുകൾ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. നീ അങ്ങോട്ട് നോക്കിയപ്പോഴാണെങ്കിൽ അവിടെ ഹൗസ് ബോട്ടൊക്കെ അടുപ്പിച്ചിട്ടാണ് കേട്ടോ. സംഭവം വേറെ ഒന്നല്ല, അവിടെ ഒരു കള്ളെന്നുള്ളൊരു ബോർഡ് ഉണ്ട് കേട്ടോ. ആലപ്പുഴ ബോട്ടിങ്ങിൽ കള്ള് മസ്റ്റാണ് അല്ലേ. അപ്പം ഞങ്ങളും അവിടെ നിർത്തിയിട്ട് കുറച്ച് കള്ളൊക്കെ മേടിച്ച് കുറച്ച് ഫുഡൊക്കെ വാങ്ങിച്ച് അകത്താക്കിയിട്ടാണ്. ആലപ്പുഴ ബോട്ടിങ്ങിന് വന്നിട്ടുണ്ടെങ്കിൽ ആരും കള്ള് ഷാപ്പിൽ കയറാതെ പോകത്തില്ലല്ലേ. കള്ള് കുടിച്ച് കഴിഞ്ഞാൽ അടിപൊളി എന്നാണ് പറയണത്, പക്ഷേ പണി കിട്ടുന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് കേട്ടോ. പക്ഷേ കള്ള് ഷാപ്പിലെ ഫുഡ് അത് വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. പിന്നെ ഈ സ്പീഡ് ബോട്ട് ഇതിനെ കണ്ട് കഴിഞ്ഞാൽ തന്നെ നമുക്കത് കയറാൻ തോന്നൂല. അതേപോലെയാണ് അവരുടെ അഭ്യാസങ്ങൾ നടത്തുന്നത്. ഇവരുടെ അഭ്യാസങ്ങളൊക്കെ കണ്ടൊന്ന് പേടിച്ച് വെക്കുമ്പോഴാണ് അടുക്കളയിൽ നിന്ന് നല്ല ചിക്കൻ കറിയുടെ സ്മെല്ല് വന്നിട്ട്. എങ്കിൽ പിന്നെ ഒന്ന് അവിടെ പോയി നോക്കിയാലോ. അപ്പോൾ നമ്മുടെ കുക്കേട്ടന്മാർ എല്ലാ കറികളും സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. കരിമീൻ ഫ്രൈയും കൂടി ആയാലും എല്ലാം സെറ്റ്. ഫുഡ് കഴിക്കുന്ന ടൈം ആവാറായിട്ടോ. അപ്പോഴേക്കും ബോട്ട് സൈഡിലേക്കൊന്ന് ഒതുക്കിയായിരുന്നു. അവർ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് ടേബിളിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോരുത്തരായിട്ട് അത് വിളമ്പി അങ്ങോട്ട് കഴിച്ചാൽ മാത്രം മതി കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പിള്ളേരുടെ ഒരേ ആഗ്രഹങ്ങൾ തീർക്കായിരുന്നു കേട്ടോ അവർ. ഫുഡിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല കേട്ടോ. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ബോട്ടിൽ വെച്ച് തന്നെ സെറ്റ് ചെയ്തെങ്കിലും പെട്ടെന്നൊക്കെ ആണെങ്കിലും അവർ നല്ല സെറ്റപ്പായിട്ട് എല്ലാം അറേഞ്ച് ചെയ്ത് ഒരുപാട് കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടാ. നല്ല ഫുഡായിരുന്നു. പിള്ളേഴ്സിനാണെങ്കിൽ മയക്കിട്ട് കഴിഞ്ഞപ്പോൾ വേറെ ഒന്നും വേണ്ട. അവരുടെ ഭാഗം പാട്ടും കച്ചേരിയൊക്കെ ഇട്ട് അവരിങ്ങനെ നടക്കണമായിരുന്നു. ഇപ്പോൾ കല്യാണത്തിൻ്റെ ചെറിയ ചെറിയ പാർട്ടികളൊക്കെ നടത്തണത് ഈ ഒരു ഹൗസ് ബോട്ടിൽ വെച്ചാണ് കേട്ടോ. നമ്മൾ കയറിയ ഹൗസ് ബോട്ടിലാണെങ്കിൽ എൻഗേജ്മെൻറ്റ് അങ്ങനെയുള്ള ഫംഗ്ഷനുകളൊക്കെ നടത്താറുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ശരിക്കും സ്റ്റേ ചെയ്യണമെങ്കിൽ ഒരു 8 പേർക്കൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റും.